ജലക്ഷാമം നേരിടുന്നതിന് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ കരിമ്പം തോട്ടിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചു. കരിമ്പം പാലത്തിന് സമീപത്തെ VCB അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് പാറക്കണ്ടതിന് സമീപം ചാക്കുകളിൽ മണ്ണ് നിറച്ച് തടയണ നിർമ്മിച്ചത്. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ശുദ്ധജല സംഭരണിയായ കരിമ്പം തോട്ടിൽ നിർമ്മിച്ച എല്ലാ VCBകളും ഫൈബർ ഷട്ടറിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് കരിമ്പം VCBക്ക് ഫൈബർ ഷട്ടർ സ്ഥാപിക്കാൻ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ വകയിരുത്തിയത്. പന്നിയൂർ കാലിക്കടവ് മുതൽ കുറ്റിക്കോൽ പാറാട് വരെ 18 കിലോമീറ്റർ നീളത്തിലുള്ള തോട്ടിൽ 14 VCBകളാണ് ഉള്ളത്. ഇതിൽ കരിമ്പത്തെ VCBക്ക് മാത്രമാണ് പ്ലാസ്റ്റിക് ചാക്കുകളിൽ പുഴമണ്ണ് നിറച്ചും പഴകിയ ഷട്ടർ ഉപയോഗിച്ചും വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത്. സംഭരണിയിലെ വെള്ളം വേഗത്തിൽ ചോർന്നു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഫൈബർ ഷട്ടർ സ്ഥാപിക്കുന്നതോടെ വേനൽ അവസാനം വരെ ആവശ്യമുള്ള വെള്ളം തടഞ്ഞു നിർത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വരുന്ന വേനലിൽ കടുത്ത ജലക്ഷാമം നേരിടാനുള്ള സാധ്യത മുന്നിൽ കണ്ടും ETC പൂമംഗലം റോഡിൽ നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ ജപ്പാൻ കുടിവെള്ള വിതരണം തടസ്സപ്പെടാനിടയുള്ളതും കണക്കിലെടുത്താണ് നാട്ടുകാർ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പ്രദേശത്തെ മുഴുവൻ ആളുകളും ചേർന്നാണ് തടയണ നിർമ്മാണത്തിനായുള്ള തുക സമാഹരിക്കുകയും പ്രവൃത്തി ശ്രമദാനമായി നടത്തുകയും ചെയ്തതെന്ന് മുൻ വാർഡ് മെമ്പറും പൊതുപ്രവർത്തകനുമായ അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. സാധാരണ കരിമ്പ് അണക്കെട്ടിനാണ് തടയണിടാറുള്ളത്. അണക്കെട്ടിന് വലയും അതോടൊപ്പം തന്നെ ചാക്കും ചരലും നിറച്ചിട്ടാണ് തടയണിടാറുള്ളത്. ഇപ്രാവശ്യം പഞ്ചായത്ത് പദ്ധതി വെച്ചുകൊണ്ട് അണക്കെട്ടിൻ്റെ പ്രവൃത്തി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാറക്കണ്ടം, കണിച്ചാമൽ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിനും മറ്റ് കൃഷിക്കും എല്ലാ ആവശ്യത്തിനും വെള്ളത്തിന് വലിയ പ്രയാസം അനുഭവപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നാട്ടുകാരുടെ നേതൃത്വത്തിൽ 1000-ഓളം ചാക്ക് ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടയണമെന്ന പ്രവൃത്തിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 1000-ഓളം ചാക്കുകളിൽ തോട്ടിലെ മണ്ണ് നിറച്ചാണ് തടയണ നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.